നമസ്കാരം. ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. അപൂർവങ്ങളിൽ അപൂർവം. അരനൂറ്റാണ്ടിനു മുമ്പ് മഞ്ഞുമലകൾക്കിടയിൽ വീണുപോയ ഒരു വീരസൈനികന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ കുടുംബവും ജന്മനാടും കാത്തിരിക്കുന്നു. 56 വർഷം മുമ്പ് വിമാനാപകടത്തിൽ കാണാതായ സൈനികൻ ഇലന്തൂർ ഒഡാനിൽ പൊന്നൻ എന്ന് വിളിക്കുന്ന തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം വെള്ളിയാഴ്ച രാവിലെ ജന്മനാട്ടിലെത്തിക്കും. ധീരജവാന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ നാട് കാത്തിരിക്കുകയാണ്. എയർഫോഴ്സിൽ ക്രാഫ്റ്റ്മാനായിരുന്ന തോമസ് ചെറിയാൻ 1968 ഫെബ്രുവരി 7-നുണ്ടായിരുന്ന വിമാനാപകടത്തിലാണ് മരണപ്പെട്ടത്. ഇന്ത്യൻ വ്യോമസേനയുടെ AN-12 ഇരട്ട എഞ്ചിൻ വിമാനം 102 പേരുമായി ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്ക് പറക്കുന്നതിനിടയിലായിരുന്നു അപകടം. അന്ന് തോമസ് ചെറിയാന് 22 വയസ്സ്. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് മുകളിൽ വെച്ചായിരുന്നു വിമാനം തകർന്നു വീണത്. തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയതായുള്ള സൈനികന്റെ സന്ദേശം കഴിഞ്ഞ ദിവസം പോലീസ് ബന്ധുക്കളെ അറിയിച്ചിരുന്നു. 18 വർഷം ഇലന്തൂർ പഞ്ചായത്ത് അംഗമായിരുന്ന OM തോമസിന്റെയും ഏലിയാമ്മയുടെയും 5 മക്കളിൽ രണ്ടാമനാണ് തോമസ് ചെറിയാൻ. 18 വയസ്സിൽ പോയി 3 വർഷം അവിടെ ട്രെയിനിങ്ങും കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം വന്നു. അത് കഴിഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം വന്ന് വീട്ടിൽ കുറച്ച് സഹോദരനെ ജോലിക്ക് വിടാൻ വേണ്ടിയാണ് വന്നത്. ആ പ്രാവശ്യം വീട്ടിൽ താമസിച്ചിട്ട് വീണ്ടും പോയി അന്നേരം അവിടെ ചെന്ന് അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിന് പോവായിരുന്നു, ആദ്യത്തെ പോസ്റ്റിങ്. അപ്പോൾ ചണ്ഡീഗഡിൽ പോവും, അവിടുന്ന് ലഡാക്കിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോയി. പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലെ പ്രീ യൂണിവേഴ്സിറ്റി പഠനത്തിന് ശേഷം ചെറുപ്പകാലം മുതൽ മനസ്സിൽ കാത്തു സൂക്ഷിച്ച സൈനിക സേവനത്തിനായി പോയി. കാണാതായ വിമാനത്തിന്റെ ഭാഗങ്ങൾ 2003-ൽ കണ്ടുകിട്ടിയതോടെ വിമാനത്തിൽ ഉണ്ടായിരുന്നവർ മരിച്ചതായി ബന്ധുക്കളെ അറിയിച്ചു. തോമസ് ചെറിയാനൊപ്പം ഈ അപകടത്തിൽ മരണപ്പെട്ട മറ്റ് 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയുടെ ഡോഗ്ര സ്കൗട്ട്, തിരങ്ക മൗണ്ടൻ റെസ്ക്യൂ എന്നിവരടങ്ങുന്ന സംയുക്ത സംഘമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹം പ്രത്യേക പെട്ടിയിലാക്കി തിരച്ചിൽ സംഘം ഹെലിപാഡിൽ എത്തിച്ചു. അവിടെ നിന്ന് ചണ്ഡീഗഡിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടവും മറ്റു നടപടികളും പൂർത്തിയാക്കി വ്യാഴാഴ്ച വൈകിട്ടോടെ തിരുവനന്തപുരത്ത് വ്യോമസേന വിമാനത്താവളത്തിൽ എത്തിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ 10:30-ന് ഇലന്തൂരിൽ എത്തിച്ച് ചന്ത ജംഗ്ഷനിൽ നിന്ന് സൈനിക അകമ്പടിയോടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. 12:15-ന് ഭവനത്തിൽ സംസ്കാര ശുശ്രൂഷയുടെ 3-ാം ക്രമം കുറിയാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പോലിത്തയുടെ കാർമ്മികത്വത്തിൽ നടക്കും. സഭയുടെ വിശ്വാസമനുസരിച്ച് പൂർവിക പിതാക്കന്മാരോടൊപ്പം അന്തിയുറങ്ങുക എന്നുള്ളത് ഓരോ ക്രൈസ്തവന്റെയും ഓരോ മക്കളുടെയും ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. നാളെ നടക്കുന്നതായ ശവസംസ്കാര ശുശ്രൂഷയും അദ്ദേഹത്തിന്റെ സംസ്ഥാന ബഹുമതികളോടുകൂടി നടക്കുന്നതായ കബറടക്ക ശുശ്രൂഷയിലും സഭയുടെ പ്രതിനിധികളും സഭയുടെ പിതാക്കന്മാരും പങ്കെടുക്കും. 12:40-ന് ഭവനത്തിൽ നിന്ന് കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് വിലാപയാത്ര ആരംഭിക്കും. 1 മണി മുതൽ 2 മണി വരെ മൃതദേഹം ദർശിക്കുന്നതിനും അനുശോചനം അറിയിക്കുന്നതിനുമുള്ള അവസരമുണ്ടായിരിക്കും. 2-ന് പള്ളിയിൽ സമാപന ശുശ്രൂഷയ്ക്ക് ഇടവക മെത്രോപൊലിത്ത ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഔദ്യോഗിക ബഹുമതികളോടെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കരിക്കും. വ്യാഴാഴ്ച രാവിലെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തോമസ് ചെറിയാന്റെ ഓടാനിൽ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി അദ്ദേഹം ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തെരച്ചിലൂടെയാണ് 1968-ൽ നടന്ന സൈനിക വിമാനാപകടത്തിൽ മരിച്ച സൈനികനായിരുന്ന തോമസ് ചെറിയാൻ അടക്കമുള്ളവരുടെ മൃതദേഹം കണ്ടെത്താനായതെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. അത് ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സംഭവമാണ്. ഇന്ത്യയിൽ ആദ്യമാണ് ഇത്രയും കൊല്ലത്തിന് ശേഷം ആ തെരച്ചിൽ തുടങ്ങുന്നത്. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു, ഇന്നലെ ബന്ധപ്പെട്ടു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിർത്തിവെച്ചതായിരുന്നു. പിന്നീട് വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ സ്പെഷ്യലായി ഇത്തരത്തിൽപ്പെട്ട 5 സ്ഥലങ്ങളിലെ 5 സംഭവങ്ങളിൽ തെരച്ചിൽ തുടരാനായിട്ട് ഉത്തരവിട്ടു. ആ ഉത്തരവിന്റെ ഫലമായിട്ടുള്ള തെരച്ചിലാണ് എല്ലാ കൊല്ലവും ജാഗ്രതയോടെ നടത്തി. അതിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.